സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നു പാപ്പുവിൻ്റേത് തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഭർത്താവുമായി അകന്നു കഴിയുന്ന രേഷ്മയെ ഇന്നലെയാണ് ആൺ സുഹൃത്തിനൊപ്പം താമസിക്കുന്ന ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ തമ്മിൽ നിരന്തരം വാക്കുതർക്കങ്ങളും വഴക്കും ഉണ്ടാകാറുണ്ടോ എന്ന് പറയപ്പെടുന്നു. ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരണമെന്ന് രേഷ്മയുടെ പിതാവ് ഗംഗാധരൻ ആവശ്യപ്പെട്ടു. ഡോക്ടർമാർ പറയുന്നത് അവൾ തന്നെ തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനത്തേതിപ്പോൾ നമുക്കൊന്നും പറയാനൊന്നും കാണുന്നില്ല. ആ വീട്ടിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് 24-ാം താരീഖിന് വന്നത്. ഞായറാഴ്ച വൈകിട്ടാണ് വന്ന വീട്ടിൽ നിന്ന് റൂമിലേക്ക് വന്നതാണ്. ഇന്നലെ ഈ സമയത്താണ് ഉച്ചയാകുമ്പോൾ 1:30-2 മണിക്കുള്ളിൽ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മകള് തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ സംശയമില്ല, അവളെ ഒന്നിച്ചിട്ടുണ്ടായിന്ന് ഉള്ളത് മാത്രം. പിന്നെ വേറെ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് കൃത്യം അറിയുന്നുമില്ല. കേസ് കൊടുത്തിട്ടുണ്ട്, മകൻ കൊടുത്തിട്ടുണ്ട്. പോലീസല്ല ഡോക്ടർ പറയുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ആക്കിയ ഡോക്ടറാന്ന് പറഞ്ഞു ഒന്നുമില്ല, അവൾ തന്നെ തൂങ്ങിയിട്ട് മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞു. എന്തായാലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന രേഷ്മയുടെ മരണം. മരണത്തിന് തൊട്ടടുത്ത സമയത്ത് പോലും പോസ്റ്റ് ചെയ്യുമ്പോൾ ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷത്തോടെ നൽകിയ ആ പോസ്റ്റ് പിന്നീട് എങ്ങനെ ഒരു മരണത്തിന് വഴിമാറി, എന്താണ് സംഭവിച്ചത് എന്ന ദുരൂഹതകൾ തുടരുകയാണ്. കുടുംബം എന്തായാലും ആവശ്യപ്പെടുന്നു ഈ ദുരൂഹതകൾ നീക്കണം. ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നീങ്ങുകയാണ്. KV ബൈജു ഉണ്ട് കാസർഗോഡ് നിന്നും. ബൈജു, ചിന്നു പാപ്പുവിൻ്റെ മരണം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ പൊടുന്നനെ മരണപ്പെടുന്നത് ഒരു തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും. പലരും ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് പിന്നീട് കണ്ടെത്തുന്നതും. ഇതും സമാനമായ കണ്ടെത്തലിലേക്കാണ് എത്തുന്നത്. പക്ഷേ എന്തിന് ആത്മഹത്യ തെരഞ്ഞെടുത്തു എന്നതൊരു വലിയ ചോദ്യമല്ലേ? ഇതിൻ്റെ ദുരൂഹതകൾ ഏത് രീതിയിലാണ് പോലീസ് നീങ്ങുന്നത്? എങ്ങനെ? തീർച്ചയായും സൈത്തെ, ഇപ്പോൾ ഏറ്റവും പുതുതായി ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായപ്പോൾ പ്രാഥമികമായി ഈ ഡോക്ടർമാർ പറയുന്നത് ഇതൊരു തൂങ്ങിയ മരണമാണെന്നാണ്. അപ്പോൾ പോലീസ് ഇതിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ആൺ സുഹൃത്തിനെ ചുറ്റിപ്പറ്റിയാണ്. ആൺ സുഹൃത്ത് ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലാണ്, ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. സജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാകാറുണ്ടെന്നാണ് അയൽവാസികളുടെയൊക്കെ മൊഴി. അതുകൊണ്ടാണ് ഇയാളെ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം അവസാനമായി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പോലും ഒരു സൂചന പോലും ആത്മഹത്യ ചെയ്യുന്നതിന്റെ, സാധാരണ ഇൻഫ്ലുവൻസർമാർ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം ആയാലും മറ്റും ചിന്നു പാപ്പുവിൻ്റെ മരണം സംബന്ധിച്ച ദുരൂഹതകൾ തുടരുകയാണ്. എന്തായാലും KV ബൈജു സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ്. ഈ ദുരൂഹത നീക്കണം, എന്തിനു മരണം എന്ന കാര്യം. കാരണം സമൂഹ മാധ്യമങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുകയും ജനങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യുന്ന ഇത്തരം ഇൻഫ്ലുവൻസർമാർ എന്നറിയപ്പെടുന്ന സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ഇവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം വളരെ ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമാവേണ്ടതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ആത്മഹത്യയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ, ഒപ്പം താമസിച്ചിരുന്ന ആൺ സുഹൃത്തിൻ്റെ ഇടപെടലുകൾ എന്തൊക്കെയായിരുന്നു, ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ദുരൂഹത കുടുംബം സൂചിപ്പിക്കുന്നത് പോലെ. ബൈജു തുടരുന്നുണ്ട്. KV ബൈജു, ഇതിൽ ആ കുടുംബം, ആ പിതാവിൻ്റെ ആക്ഷേപം ഗൗരവമുള്ളതാണ്. അതിൽ അന്വേഷണം വരുത്തണം, കുടുംബത്തിന് അത് വ്യക്തത വരുത്തി കൊടുക്കണം. അതിനുമപ്പുറം ചിന്നു പാപ്പുവിൻ്റെ ഇടപാടുകളും ഈ ആൺ സുഹൃത്തിൻ്റെ ബന്ധവും അയാളും എവിടെയാണ്, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കാണോ ഇപ്പോൾ അന്വേഷണം കിടക്കുന്നത്? തീർച്ചയായും സഹിത അങ്ങനെ തന്നെയാണ്. പോലീസ് പ്രധാനമായും അന്വേഷണം ഈ ഒരു ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ്. ഇയാൾ ഇന്നലെ മുതൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോഴും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. അതിനിടയിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്നത്. ഇതൊരു തൂങ്ങിയ മരണമാണെന്നാണ്. അസ്വാഭാവികമായി ഒന്നും തന്നെ പ്രാഥമികമായി പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ഈ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സഹിത തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സന്തോഷവതിയായി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ ഈ ഒരു മരണ വാർത്ത വരുന്നു. അത് വലിയ ഞെട്ടലോടെ കൂടിയാണ് മലയാളികൾ ഒന്നടങ്കം കേട്ടത്. കാരണം ഇവരുടെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ കാണാം, അത് കാസർഗോഡൻ തനത് ശൈലിയിലുള്ള വീഡിയോകളാണ്. പലതും വളരെ രസകരമായും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്.
ഇവർ ഭർത്താവുമായി പിരിഞ്ഞ് ഇങ്ങനെ കാസർഗോട്ടെ ടൗണിൽ തന്നെ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വാടക വീട്ടിൽ ഒരു 2 മാസം മുൻപാണ് ഇവർ ഈ ആൺ സുഹൃത്തിനൊപ്പം താമസം മാറിയത്. അത് വീട്ടുകാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് പിതാവ് പറഞ്ഞത്. വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായിരുന്നു, വീട്ടിൽ നിന്നും ഈ ഒരു ക്വാർട്ടേഴ്സിലേക്ക് വന്നതാണ്. അപ്പോഴൊന്നും ഒരു സൂചന പോലും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഈ ഇത്തരത്തിൽ അത് റീൽസായും മറ്റും ബ്ലോഗുകളിൽ ഉൾപ്പെടുത്തി അവർ പങ്കുവെക്കാറുണ്ട്. പക്ഷേ ഈ ചിന്നുപ്പാപ്പു എന്ന് പറയുന്ന രേഷ്മയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സൂചനകളും ഉണ്ടായിരുന്നില്ല എന്നാണ് സുഹൃത്തുക്കൾ പോലും ഞെട്ടലുണ്ടാക്കിയത്. ഏതായാലും പോലീസ് ഈ ആൺ സുഹൃത്തിനെ വിശദമായ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ആൺ സുഹൃത്ത് ഇവരും നിരന്തരം വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ടെന്നാണ് ഈ അയൽവാസികളൊക്കെ മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. നിലവിൽ ഈ തൂങ്ങി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവികതയൊന്നുമില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി ഇനി ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചായിരിക്കും കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. കാരണം ഏതെങ്കിലും ആത്മഹത്യാ പ്രേരണ കുറ്റം ഇതിൽ നിലനിൽക്കുമോ, അത്തരത്തിലുള്ള വസ്തുതകൾ ഇതിൽ ഉണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം ഈ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ മൊഴി കൂടുതൽ രേഖപ്പെടുത്താറുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അല്പസമയത്തിന് മുമ്പാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താനുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ ഈ ബന്ധുക്കളെ പിതാവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോലീസിന് നടക്കാൻ സാധിക്കൂ. എന്തായാലും സഹോദരന്റെ പരാതിയിലാണ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തത്. ഇതുവരെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികതയൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി ഈ ആൺ സുഹൃത്തിനെ കൃത്യമായി മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും പോലീസ് ഇതിലൊരു നിഗമനത്തിലേക്ക് എത്തുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി ഇതിൽ അസ്വാഭാവികത ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും ഈ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം ഈ സുഹൃത്തുക്കളുമായി ഏതെങ്കിലും തരത്തിൽ ഇത്തരം സൂചനകൾ ഇവർ പങ്കുവച്ചിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബ്ലോഗർ ചെറിയ കാലം കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഫോളോവേഴ്സ്, അതായത് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ്, ഇവരുടെ വീഡിയോ പലതും ശ്രദ്ധിച്ചാൽ കാണാം. അത് ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ കണ്ടിട്ടുള്ളത്. ആ തരത്തിൽ എല്ലാ സമയത്തും സന്തോഷകരമായി തന്നെ ഉണ്ടാവുന്ന വീഡിയോകളാണ് ഇവരുടേത്. ഇത് ഒരു സൂചന പോലും ഒരു വീഡിയോയിൽ പോലും പരിശോധിച്ചാൽ അങ്ങനെ ഒരു മോശമായ ഒന്നും ഇതിൽ കാണാനില്ല. നേരത്തെ പ്രേമിച്ചായിരുന്നു വിവാഹം കഴിച്ചത്. പക്ഷേ അവർക്ക് വേർപിരിട്ടൊരു സാഹചര്യം വന്നു. ഒരു മകനുണ്ട്, 4 വയസ്സുള്ള ഒരു മകനുണ്ട്. ആ മകൻ ഇവരുടെ കുടുംബത്തോടൊപ്പമാണ് കഴിയുന്നത്. ഇവർക്ക് വീഡിയോ ഇത്തരത്തിൽ പ്രോഗ്രാം ഉള്ള സമയത്ത് ഇവരുടെ കൂടെ ഈ ക്വാർട്ടേഴ്സിൽ നിൽക്കാറുണ്ടെന്നും പിതാവ് പറയുന്നുണ്ട്. ബാക്കി സമയങ്ങളിൽ പിതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചാടി ഇവർ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പോകാറുള്ളത്. എന്തായാലും ഈ ദുരൂഹത അകറ്റണം, മരണത്തിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് ഈ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തും. ഇനി വരും സമയങ്ങളിലായിരിക്കും ഇതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. കാരണം ബന്ധുക്കളെ ഉൾപ്പെടെ എല്ലാ പിതാവിനെയും സഹോദരനും ഉൾപ്പെടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായതായി ഇവർക്ക് സൂചനകളുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. നിലവിൽ ഈ ഒരു മരണത്തിൽ ഈ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഒരു കൃത്യമായ ഒരു പോലീസിന്റെ നിഗമനത്തിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. എന്നാലും ഈ ആൺ സുഹൃത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഇതിലൊരു വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ബൈജു, ഒരു കാര്യം കൂടി, 2 പേരുടെയും മൊബൈൽ ഫോൺ, അതായത് ഈ രേഷ്മയുടെയും ഒപ്പം തന്നെ ഈ ആൺ സുഹൃത്തിൻ്റെയും മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മൊബൈൽ ഫോണിൻ്റെ വിവരം, മൊബൈൽ ഫോണിൻ്റെ കണ്ടെത്തലുകൾ ഒരു നിർണായക തെളിവായി മാറിയേക്കാം. അതായത് ഇപ്പോൾ ഈ കുടുംബം ആക്ഷേപിക്കുന്ന ദുരൂഹതകൾ അല്ലെങ്കിൽ മരണകാരണം സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ വിവരങ്ങൾ നിർണായകമാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇത് സംബന്ധിച്ചു കൂടി അന്വേഷണം നടക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സൈത, ഇതിൽ പോലീസുമായി ഈ കാര്യം ഞാൻ സംസാരിച്ചിരുന്നു. പോലീസ് പറയുന്നത് ഇയാളുടെ മൊഴി, അതായത് ആൺ സുഹൃത്തിന്റെ മൊഴി ഈ രേഷ്മയെ പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അവസാനമായി വിളിക്കുന്നത് ഈ ആൺ സുഹൃത്താണ്. നിരന്തരം ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യത്തോടു കൂടി വീട്ടിലേക്ക് എത്തുകയും പിന്നീട് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ഫാനിൽ ഇത്തരത്തിൽ ബെഡ്റൂമിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം
രേഷ്മയുടെ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത്തരം ശാസ്ത്രീയമായ തെളിവുകൾ പോലീസ് ഇതിൽ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്, ശാസ്ത്രീയമായ തെളിവുകൾ തേടുന്നുണ്ട്. രണ്ടുപേരുടെയും ഫോണുകൾ പരിശോധിച്ചാൽ അതിൽ നിർണായക വിവരങ്ങൾ കിട്ടിയേക്കാം. അതിനുമപ്പുറം ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് തന്നെ പോലീസിന് കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും അല്പസമയം മുമ്പ് പോലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോഴും ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു വിവരങ്ങൾ പോലീസിനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇപ്പോഴും ടൗൺ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഈ ആൺ സുഹൃത്തുള്ളത്. ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിലും ഒപ്പം നേരത്തെ സജിത്ത് പറഞ്ഞ പോലെ തന്നെ വളരെ നിർണായകമായേക്കാവുന്ന ഈ ഫോൺ, രണ്ടുപേരുടെയും ഫോൺ, ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ ഫോണിൽ കൂടി അതൊന്ന് പോലീസിന് ലഭ്യമാകേണ്ടതാണ്. അതും ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തുന്നുണ്ട്. പ്രാഥമികമായ ഒരു പരിശോധനയിൽ അതിൽ നിന്നും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മരണകാരണം എന്താണ്, ഏത് തരത്തിലുള്ള ഈ പ്രശ്നങ്ങളാണ് ഇവർക്ക് ഇത്രയും വലിയ മനോവിഷമം ഉണ്ടാക്കിയത്? കാരണം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അറിയാം, വലിയ തോതിൽ മറ്റുള്ളവരെ പ്രചോദനമാവുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നവരാണ്. ഒരു ചെറിയ സംഭവത്തിന്റെ പേരിൽ അങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുമോ എന്ന ഒരു സംശയമാണ് ഇവരുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത്. മനസ്സ് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായി എന്തോ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവർ ആരുമായി ഇത്തരം കാര്യങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല. പ്രത്യേകിച്ച് കുടുംബമായോ ഒരു തരത്തിലുള്ള കാര്യങ്ങളും പങ്കുവച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഈ കുടുംബ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പോലും വീട്ടിലേക്ക് വന്നതാണ്, സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോയതെന്നൊക്കെയാണ് ഈ പിതാവ് ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് പെട്ടെന്ന് ഒരു ആത്മഹത്യ ഇടയാക്കിയ സാഹചര്യം എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അന്വേഷണത്തിലുള്ളത്. അത് ആൺ സുഹൃത്തിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസിന് നിഗമനത്തിലെത്താൻ സാധിക്കും. ഏതായാലും അസ്വാഭാവികത, തൂങ്ങി മരിച്ചതാണ് എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു. അത് ഒരു സംശയം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു സുഹൃത്തുക്കൾ ഉൾപ്പെടെ. അങ്ങനെ ഒരു സംശയത്തിന് ഇടമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് തൂങ്ങി മരണം തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി മാനസികമായ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ, അത്തരം പ്രശ്നങ്ങളിലേക്ക് ഇവർ പോയിട്ടുണ്ടോ, അകപ്പെട്ടിട്ടുണ്ടോ, അതിൽ മനന്നൊന്നാണോ ആത്മഹത്യ എന്നാണ് ഏതായാലും പോലീസ് അന്വേഷിക്കുന്നത്. എന്നാലും അത് ഈ ആൺ സുഹൃത്തിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തത വരും, പോലീസിന് ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും. അത് ഇന്ന് തന്നെ വൈകിട്ടോടുകൂടി തന്നെ ഇതിലൊരു പോലീസിന്റെ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് അവർ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഇതിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ശരി, ബൈജു സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ചിന്നു പാപ്പുവിന്റെ മരണം അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിലെ നിഗമനം അത് ആത്മഹത്യ തന്നെ എന്നതാണ്. പക്ഷേ കുടുംബത്തിന്റെ ആക്ഷേപമുണ്ട്, അതിൽ വ്യക്തത ഉണ്ടാവട്ടെ. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസർമാർ, അതായത് നിരവധി ആളുകളെ 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഈ രേഷ്മയ്ക്ക്, ചിന്നു പാപ്പു എന്ന രേഷ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ രേഷ്മ നിരവധി ആളുകളെ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള അവർ എന്തുകൊണ്ട് മരണം തെരഞ്ഞെടുക്കുന്നു എന്ന കാര്യം ഗൗരവത്തോടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിൽ വ്യക്തത ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.